അതായത് ഫിറ്റായ എങ്ങനെയാണ് കെട്ടിടത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്? കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങൾ എന്താണ്? ഈ കെട്ടിടം ഉൾപ്പെടെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നമ്മുടെ കമ്മിറ്റി മുമ്പാകെ വരികയും അങ്ങനെ അതിനുവേണ്ടി DPR ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ DPRന് വേണ്ടി താല്പര്യപത്രം ക്ഷണിച്ചതിൽ അതിന് തീരുമാനം ആയിട്ടില്ല. എന്തായാലും നിലവിലുള്ള ഇത്തരത്തിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി അവിടെയുള്ള നിലവിലുള്ള താമസക്കാരെ അല്ലെങ്കിൽ വാടകക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അപകടം ഒഴിവാക്കി അത് പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യാൻ വേണ്ടി അടുത്ത കൗൺസിലിൽ തന്നെ ഈ വിഷയം സെക്രട്ടറി നിലയ്ക്ക് മുന്നോട്ട് വെക്കുന്നതായിരിക്കും. DPR തയ്യാറാക്കാൻ വേണ്ടി ഇത് മാത്രമല്ല, പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയത് ഉണ്ടാക്കാനുള്ള DPR തയ്യാറാക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തത്. അപകടാവസ്ഥയിലുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളാക്കാനുള്ള പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. നിലവിൽ പുതിയ ലൈസൻസുകൾ അവിടെ അനുവദിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ലൈസൻസുകൾ അവിടെ തുടരുന്നുണ്ട്. പുതിയതായിട്ട് ലൈസൻസുകൾ അനുവദിക്കേണ്ട അന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പൊളിക്കുന്ന ചർച്ച അടുത്ത കൗൺസിലിലേക്കാണ് വെച്ചിരുന്നത്. പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓഫർ ക്ഷണിച്ചെങ്കിലും അതിലൊരു തീരുമാനമായിട്ടില്ല. എത്ര കാലമായി നമ്മുടെ ഒരു പരിശോധന അപകടാവസ്ഥയിലായി അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്നു എന്നുള്ളത് 2024 ഒരു തീരുമാനത്തിലാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. 2024